ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. വളരെ വ്യത്യസ്തമായൊരു വിഷയവുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നിരവധി ആളുകൾ വെരിക്കോസ് വെയിൻ മൂലം കഷ്ടപ്പെടുന്നുണ്ടാകും. എൻ്റെ കാലിനും വെരിക്കോസ് വെയിൻ ഉണ്ട്. ഒരുപാട് വർഷങ്ങളായി എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ ആയിട്ട്. പക്ഷേ ഞാൻ ഇതുവരെ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തേർമലയുള്ള സാൻജോ ആയുർവേദ ഹോസ്പിറ്റലിലെത്തി. ഇവിടെ എനിക്ക് ലീച്ച് തെറാപ്പിയാണ് ചെയ്തത്. ആയുർവേദത്തിൽ രക്തമോക്ഷം എന്നൊരു ഇതുണ്ട്. പഞ്ചകർമ്മയിൽ ജലൗക അവചരണം എന്ന് പറയും. അട്ടയെ കൊണ്ട് ഘടിപ്പിച്ചിട്ട് നമ്മുടെ അശുദ്ധ രക്തം കുടിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് ചെയ്താൽ വളരെയധികം നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലീച്ച് തെറാപ്പി. അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിടുന്നത് ഇതുപോലെ വെരിക്കോസ് വെയിൻ മൂലം കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അത് എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഡോക്ടർ, നമ്മൾ ആയുർവേദത്തിൽ വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നതെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ആയുർവേദത്തിൽ വെരിക്കോസ് വെയിൻ നമുക്കുണ്ടാകാൻ കാരണം തന്നെ രക്തയോട്ടം ഇല്ലാതെ രക്തം അവിടെ കെട്ടിക്കിടന്ന് ദുഷിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് വെരിക്കോസ് വെയിനായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ ആയുർവേദത്തിൽ ചെയ്യുന്നത് ലീച്ച് തെറാപ്പി, അതായത് അട്ടയിട്ടുകൊണ്ട് അശുദ്ധ രക്തത്തെ വലിച്ചെടുത്ത് കളയുന്നു. അതുകൂടാതെ ബ്ലഡ് ലെറ്റിങ്, നീഡിൽ ഉപയോഗിച്ച് ബ്ലഡ് എടുത്ത് കളയുന്നു. കൂടാതെ ഉള്ളിലേക്ക് മരുന്നുകൾ, കഷായം, ഗുളികൾ എന്നിവ കഴിക്കുന്നു. ഇനി വെരിക്കോസ് കൂടിക്കഴിയുമ്പോൾ അത് വെരിക്കോസ് പൊട്ടി വെരിക്കോസ് അൾസർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വെരിക്കോസ് അൾസർ ഉണ്ടാകുമ്പോൾ അത് ഷുഗർ രോഗികളാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ അവർക്ക് അതനുസരിച്ചിട്ട് മരുന്നുകൾ കൊടുക്കുക, അൾസറിനുള്ള ചികിത്സ ചെയ്യുക, ലീച്ച് തെറാപ്പി, പുരട്ടാനുള്ള മരുന്നുകൾ, ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകൾ ഇവയൊക്കെ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഏകദേശം അത് രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് അതിൻ്റെ കാലാവധി കൂടിക്കൊണ്ടിരിക്കും. ഒരു വെരിക്കോസ് അൾസർ തുടക്കത്തിലുള്ളവർക്ക് നമുക്ക് വേഗം തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. വെരിക്കോസ് അൾസർ വന്നവർക്ക് ദീർഘമായ ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഇപ്പം ഈ നമ്മൾ വനത്തിലൊക്കെ പോകുമ്പോൾ അട്ട അടിക്കാറുണ്ടല്ലോ, ആ ഒരു അട്ടയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് എനിക്കുണ്ട് അങ്ങനെ ഒരു ഡൗട്ട്. അത് ഒന്ന് പറയാമോ? അല്ല, അത് വനത്തിലുള്ള അട്ടയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന അട്ടയാണ് നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. വനത്തിലുള്ള അട്ട കടിച്ചാൽ ചിലർക്ക് വല്ലാതെ അലർജി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന അട്ടയാണ് നമ്മൾ ചികിത്സയ്ക്കായിട്ട് എടുക്കുന്നത്. നമ്മളിപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ചികിത്സയെ പറ്റി പറഞ്ഞു, അതുപോലെ മറ്റ് രോഗങ്ങൾക്ക് ഇവിടെ ചികിത്സയുണ്ടോ? അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ആയുർവേദത്തിലെ പഞ്ചകർമ്മ തെറാപ്പികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നടുവേദന, നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധികൾ ചെയ്യുന്നുണ്ട്. ശ്വാസം മുട്ടൽ, അതുപോലെ അലർജി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ, ചർമ്മ രോഗങ്ങൾ. അതുപോലെ നമ്മൾ നിരവധി ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ്റെ ഒരു തലവേദന വന്നിട്ട് അതിനിവിടെ ചികിത്സ ചെയ്യുന്നുണ്ടോ? നമ്മൾ മൈഗ്രെയിന് ഒരു 3-5 ദിവസങ്ങളിലേക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യാറുണ്ട്. അത് മരുന്ന് അരച്ച് നിറകിയാലും നെറ്റിയിലും ഇട്ടുപിടിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളിൽ കഴിക്കാണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടോ? അത് കിടത്തി ചികിത്സകളുടെ സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഭക്ഷണം എല്ലാം ഇവിടെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല ശാന്തമായ അന്തരീക്ഷം, നല്ല വൃത്തിയും വെടുപ്പുമുള്ള റൂമുകൾ, അതൊക്കെയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളാണ്
ഇവിടെ പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്യുന്നത്. ലീച്ച് തെറാപ്പിയൊക്കെ ഡോക്ടർ തന്നെ നേരിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാറായി കേട്ടോ. ഒരുപാട് അശുദ്ധ രക്തം അട്ട വലിച്ചു കുടിച്ചു. അട്ടയെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അട്ട വീർത്ത് വന്നിട്ടുണ്ട്. സാൻജോസ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ വരുന്നത് തേർമലയാണ്. കണ്ണൂർ ജില്ലയിൽ പുളിക്കലിനടുത്തുള്ള തേർമല പള്ളിയുടെ നേരെ എതിർവശത്താണ് സാൻജോസ് ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ലീച്ച് തെറാപ്പി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാണ്. നല്ല റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഭാവിയിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ചികിത്സയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പരിചയക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും, ഈ ആയുർവേദ ചികിത്സയ്ക്ക് വളരെയധികം പണച്ചെലവുണ്ടാകും എന്ന്. പക്ഷേ ഇവിടെ ന്യായമായ രീതിയിലാണ് ഇവർ ചികിത്സയ്ക്ക് പണം ഈടാക്കുന്നത്. സിസ്റ്റേഴ്സാണ് ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കും ഇവിടെ വന്ന് ചികിത്സ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സ ചിലവ് മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി. ബായ്.